ജോലിയും തിരക്കൊക്കെ ഉള്ളവർക്ക് ഏറ്റവും പറ്റിയൊരു ചെടിയാണ് ഇത്. ഞാൻ നോക്കിയിട്ട് ഈ പറഞ്ഞ ഒരു ശ്രദ്ധയും വേണ്ട, ഒരു വെള്ളവും വേണ്ട, ഒന്നും വേണ്ട. പറഞ്ഞ നേരം കൊണ്ട് ചെടി അങ്ങോട്ട് പോരുകയും ചെയ്യും. അത് നല്ല ഉഷാറായിട്ട് ഈ പറഞ്ഞ വളവും കാര്യവും ഒന്നും വേണ്ടെന്നേ. ഇതിപ്പോൾ പറഞ്ഞ പോലെ ഒരു 8 മാസം മുന്നേ നട്ടുവെച്ച സംഭവമാണേ. അതും എനിക്ക് ഫ്രീ ആയിട്ട് കിട്ടിയ ഒരു തയ്യും. അതെങ്ങനെയാണെന്നറിയോ, ഞാൻ നേഴ്സറി പോയ സമയത്ത് നേഴ്സറിയിൽ നിന്ന് ചെടി മേടിച്ചപ്പോൾ ഇങ്ങനെ ചുമ്മാ ഇട്ടേക്കുന്നത് കണ്ടു കഴിഞ്ഞപ്പോൾ ചോദിച്ചപ്പോൾ ആ ചേച്ചി പറഞ്ഞു അതങ്ങ് എടുത്തോ, ചുമ്മാ നട്ട് കഴിഞ്ഞാൽ പിടിച്ചോളൂ എന്ന് പറഞ്ഞു. പിന്നെ ഒന്നും നോക്കിയില്ല, ചെടിയല്ലേ വിട്ട് കളയാൻ പറ്റിയല്ലോ. കൊണ്ടുവന്ന് നട്ട്, അതും ഫ്രീ ആയിട്ട് കിട്ടിയതാന്ന് വിചാരിക്കണം. കൊണ്ടുവന്ന് നട്ട് സംഭവം പറഞ്ഞ നേരം കൊണ്ടതാ കാഴ്ചയിൽ സുന്ദരം തന്നെ. ഈ വെരിഗേറ്റഡ് ലീഫും കൂടി ആയതുകൊണ്ടേ കാണുമ്പോൾ തന്നെ ഒരു ലുക്ക് ഉണ്ട്. ആ ഇലയിലാണ് അതിൻ്റെ ഭംഗി മുഴുവൻ വരുന്നത്. അതിപ്പോൾ ഇച്ചിരി ബുഷിയും കൂടി ആയിട്ട് വളർത്തുവാണെങ്കിൽ സംഭവം സിമ്പിളാണ്. അന്ന് എന്നോട് പറഞ്ഞു തന്ന ഐഡിയ ഞാൻ നോക്കുമ്പോൾ ഇതുപോലെ ഇങ്ങനെ സ്റ്റമ്പിൻ്റെ ഇത് ഇത്രയും കുറച്ച് ഭാഗം തൊലി ഇല്ലാതെ നിൽപ്പുണ്ട്. അതിൻ്റെ താഴോട്ടാണ് വേര് വന്നേക്കുന്നത്. അപ്പം ഞാൻ ഇങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ പറഞ്ഞാൽ ഇതുപോലെ തൊലി കളഞ്ഞ് വെച്ചിട്ട് നട്ട് നോക്കിക്കേ, പെട്ടെന്ന് കിളിപ്പ് വരും. അതുമാത്രമല്ല നല്ലപോലെ പെട്ടെന്ന് വേരും വന്ന് ചെടി അങ്ങ് പെട്ടെന്ന് വളർന്നോളൂ എന്ന് പറഞ്ഞു. എന്തായാലും അങ്ങനെ ഒരു ഐഡിയ കിട്ടിയത് കൊണ്ട് ഞാൻ നോക്കിയപ്പോൾ എന്നാൽ പിന്നെ ഇനി നമ്മൾ നടന്ന സമയത്തും ഇങ്ങനെ തന്നെ ആയിക്കോട്ടെ എന്ന് നോക്കും. ഈ പ്ലാന്റിൻ്റെ പേര് സിക്സാഗ് എന്നൊരു പേരാട്ടോ അറിയപ്പെടുന്നത്. എന്താണെന്ന് എനിക്കറിയത്തില്ല. ഇതെങ്ങനെ വളഞ്ഞും പൊളഞ്ഞും ഒക്കെ ഇരിക്കുന്നതുകൊണ്ടാണോ ഇനി വേറെ വല്ല പേരും ഉണ്ടോ എന്നൊന്നും എനിക്കറിയത്തില്ല. എന്തായാലും ഇതിൽ നിന്ന് ഒരു റബ്ബറിൻ്റെ കറ പോലെ ഒരു കറയൊക്കെ വരുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഈ ചെടിക്കൊരു പ്രത്യേകതയുണ്ട്. എന്തായാലും എല്ലാം കൊണ്ടും ഞാൻ പറഞ്ഞു നോക്കിയിട്ട് ഈ വലിയ അതിൻ്റെ പുറകെ കഷ്ടപ്പെടാൻ പറ്റിയല്ലാത്തവർക്ക് പറ്റിയ ഒരു ചെടിയാണ്. എന്നാൽ നല്ല ഭംഗിയായിട്ട് നിൽക്കുകയും ചെയ്യും.